Cut. Nice one. Superb. എല്ലാ ഷോട്ട് എടുത്തു കഴിഞ്ഞില്ലേ? ഓക്കെ അല്ലോ? ഓക്കെ സാർ. അപ്പോൾ പാക്കപ്പ്. അവിനാഷിനെ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുത്തിയോ? അയ്യോ ഒരിക്കലുമില്ല. ആക്ച്വലി നിങ്ങൾ നന്നായിട്ട് ചെയ്തു. ഇപ്പൊ സത്യം പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിൽ ഒരു ദിവസം മുമ്പേ ഷൂട്ട് ചെയ്തിരുന്നു. അയ്യോ അതിപ്പോ കുഴപ്പമായ? ഇല്ല, അത് നല്ലതാണ്. നമ്മൾ ബഡ്ജറ്റ് ചെയ്തതിന്റെ അത്രയും വരില്ല ഇപ്പോൾ. ഞങ്ങൾ കുറച്ച് മുമ്പ് പറഞ്ഞേ ഉള്ളൂ അവിനാഷിന് ഭയങ്കര ക്ഷമയാന്ന്. ഞങ്ങൾ ഒത്തിരി തെറ്റിച്ചല്ലേ? ഏയ്, ക്ഷമ ആക്ച്വലി ഈ ജോബിന്റെ ഒരു പാർട്ടാണല്ലോ. ക്ഷമയില്ലെങ്കിൽ നമുക്ക് ആക്ച്വലി നല്ലൊരു ഔട്ട്പുട്ട് ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. നമ്മളെ ചുമ്മാ കുറെ പൈസ മാത്രം മുടക്കിയിട്ട് കാര്യമില്ലല്ലോ. അല്ല, മോന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അച്ഛൻ, അമ്മ, പിന്നെ എനിക്കൊരു അനിയനുണ്ട്. മോന് കല്യാണം വല്ലതും ആലോചിക്കുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ എന്തായാലും ഇല്ല. എന്റെ കരിയറൊക്കെ ഒന്ന് സെറ്റായിട്ട്. നല്ലതാ മോനെ. എന്തിനാ ഇത്ര നേരത്തെ കല്യാണം കഴിക്കണത്? ഒരു 10-23 വയസ്സാകുമ്പോഴേക്കും നാട്ടുകാർ ചോദിക്കാൻ തുടങ്ങും, ഒന്നും ആയില്ലേ എന്ന്. എൻ്റെ അഭിപ്രായത്തിൽ ലൈഫ് എൻജോയ് ചെയ്യണം. അങ്ങനെ ഒരുപാട് സന്തോഷിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നണം ഇനി ഒരു കല്യാണം കഴിക്കാമെന്ന്. ജീവിതത്തിലെ സന്തോഷം മാത്രം പോരല്ലോ. ഞാൻ ചുമ്മാ തമാശ പറഞ്ഞോളൂ. അല്ല അവിനാഷേ, അപ്പം നമ്മൾ പറയാൻ വന്ന കാര്യം ഇന്നത്തെ ഡിന്നർ നമ്മുടെ കൂടെ ആക്കിക്കൂടെ? അയ്യോ, ഇന്ന് പറ്റില്ല. എന്താ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കഴിക്കാൻ പറ്റൂല? അയ്യോ അതല്ല, അതൊന്നും കുഴപ്പമില്ല. നമുക്ക് വേറെ ദിവസത്തേക്ക് എന്തായാലും മാറ്റാം. ഇന്ന് ഞാൻ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ചെറിയൊരു പരിപാടി കമ്മിറ്റ് ചെയ്തു പോയില്ലെങ്കിൽ അവന്മാർ കൊല്ലും. ഞാനൊന്ന് ഇറങ്ങട്ടെ എന്നാ ശരി. മോൻ എങ്ങനെയാ പോകുന്നേ? ഞാനൊരു ടാക്സി പിടിച്ച് പോകുന്ന പ്ലാൻ ചെയ്തേ. ഒന്നും വേണ്ട, ഞാൻ കൊണ്ടുവിട്ടോളാം. അല്ല അപ്പൊ ഇവരും അവര് ഓൾറെഡി എന്തൊക്കെയോ പ്ലാനിങ്ങിലിരിക്കുക. നമുക്ക് പോവാം. ആണോ? നല്ല വിശപ്പ്. ഡേജി, നീ വല്ലതും കഴിച്ചാ? അയ്യോ ഞാൻ കഴിച്ചടാ. രാവിലെ കഴിച്ചതന്നെ ഇതുവരെ ദഹിച്ചിട്ടില്ല. എടാ പിന്നെ ആ തെണ്ടി അവിനാശന്റെ സർവ്വചരിത്രവും ഭൂമിശാസ്ത്രമൊക്കെ ബേബി ചേച്ചിയോട് പറഞ്ഞു കൊടുത്തണം. ഏയ് അവിനാശല്ല, പിന്നെ ഞാൻ അറിഞ്ഞെടുത്തത്. എന്തിന്? ജസ്റ്റ് ഫൺ. ചുമ്മാ. ചേച്ചി എവിടെ? അവിടെ അടുക്കള കാണും. ചേച്ചി വേഗം ചോറോളം പോയി, എനിക്ക് വേഗം പോകണം. എന്താ നോക്കണത്? മഴ വരുന്നതിന് മുമ്പ് എനിക്ക് വേഗം പോകണമെന്ന്. ചേച്ചി ഇതെങ്ങടാ പോണത്? എടാ ചേച്ചി അങ്ങോട്ട് പോയത് എനിക്കിങ്ങനെ അറിയാം. ഞാൻ ചോറെടുത്ത് വെക്കാനേ പറഞ്ഞോളൂ. എന്തോ ഒരു ബുദ്ധിമുട്ടില്ല. ഞാൻ പോയി നോക്കട്ടെ. എന്താ സംഭവം? സാമോൻ പറഞ്ഞ് മഴ വരുന്നതിന് മുമ്പ് തുണി എടുത്ത് വെക്കാൻ. അങ്ങനെയല്ല ചേച്ചി, മഴ വരുന്നതിന് മുമ്പ് എനിക്ക് ഇറങ്ങണം. അതുകൊണ്ട് ഫുഡ് എടുത്ത് വെക്കാൻ പറഞ്ഞാ. ചിരി നിർത്തറ ചേച്ചി. ആ തുണി ഇങ്ങടുത്തെ ഞാൻ മടക്കി വെച്ചോളാം. എടാ തുണി വേണം, ഞാൻ മടക്കി വെക്കാട്ടോ. എന്താണ് പ്രത്യേകിച്ച് ഒരു സ്നേഹം? ക്യാഷ് വല്ലതും വേണോ? അല്ല, ഒരു 2000 റുപ്പീസ് ഉണ്ടായിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു. എൻ്റെ അടുത്തൊന്നുമില്ല. എടാ അങ്ങനെ പറയില്ല, ഞാൻ വേറെ ആരോട് ചോദിക്കാനാണ്. ആരോട് വേണോ ചോദിച്ചോ? ഒരുപാട് പേരുണ്ടല്ലോ. എടാ എന്താണ്? എന്നാലേ 500 രൂപ തരാം. അപ്പോൾ ഇതും കൂടെ കൂട്ടി ആകെ 14,450 രൂപ. എടാ ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെ കണക്ക് വെക്കുന്നത്? വേണം മോനെ, കണക്ക് വെക്കണം. എല്ലാത്തിനും ഒരു കണക്ക് വെക്കണം. കൂട്ടുകാർക്കാണെങ്കിലേ പൈസ കൊടുക്കുമ്പോൾ ഒരു കണക്ക് വെക്കുന്നത് നല്ലതാ. അങ്ങനാണെങ്കിൽ അത് ഭാവിയിൽ ഗുണം ചെയ്യത്തുള്ളൂ. അപ്പൊ നമുക്ക് ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയൊക്കെ ഉണ്ടാകുകയും ചെയ്യും. അല്ലാതെ ഇവനെ പോലെ വാലാച്ചാല ലെക്കിലെക്കാനും ഇല്ലാതെ ജീവിച്ചിട്ട് ആർക്കാ ഒരു ഗുണം? മാറിക്കിടാർക്കാ. ഞാൻ ചോറെടുത്ത് വെക്കാം. മെല്ലെ പറഞ്ഞാൽ മതിയായിരുന്നു. എടാ എന്നെ പറ്റി എന്തെങ്കിലും 10 കുറ്റം പറഞ്ഞ ഇവരെ ശമ്പളം എല്ലാം കൂട്ടി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ? പിന്നെ രാവിലെ മുതൽ കൊടുക്കുന്നത് ഡീഗ്രേഡിംഗ് ആണ്. അതെ, അവരാരോടെങ്കിലും നിന്നെ കുറിച്ച് തിരക്കി കാണും. അതാ ചേച്ചി ചോറ് ചോറ്